ഹലോ, എല്ലാവർക്കും DIY വിത്ത് ആഷിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു കളർഫുൾ ആയിട്ടുള്ള അടിപൊളി DIY ക്യാൻഡിൽ ഉണ്ടാക്കിയാലോ. അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് മുട്ടയുടെ തോടാണ്. മുട്ട പൊട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ഇതിൻ്റെ ഈ താഴ്ഭാഗത്തായിട്ട് വേണം പൊട്ടിച്ചെടുക്കാനായിട്ട്. അതിനുശേഷം ഇത് നന്നായി കഴുകി ഉണക്കിയെടുത്തിട്ടുള്ള മുട്ടത്തോടാണ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ചെറിയ ഹോളിട്ട് കൊടുക്കണം. വളരെ ശ്രദ്ധിച്ച് ഷാർപ്പായ എന്തെങ്കിലും എടുത്ത് ഒന്ന് പ്രസ് ചെയ്ത് ചെറിയൊരു ഹോളിട്ട് കൊടുക്കുക. ഇതിലിപ്പോൾ ഹോളിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഹോളിൽ കൂടെ നമ്മൾ തിരിയിട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. കണ്ടില്ലേ, ഈ രീതിയിലാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. അടുത്തതായിട്ട് നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് ക്രയോൺസും ഒരു മെഴുകുതിരിയാണ്. ഞാനിവിടെ പഴയൊരു മെഴുകുതിരിയാണ് എടുത്തിരിക്കുന്നത്. ഇതിന് നമ്മൾ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ തിരിയിട്ട് കൊടുത്തിട്ടില്ലേ, അതിൻ്റെ ചുറ്റും ചെറിയൊരു ഗ്യാപ്പില്ലേ, ആ ഗ്യാപ്പ് നമ്മൾ എങ്ങനെയെങ്കിലും അടച്ചു കൊടുക്കണം. ഞാനിവിടെ ചെയ്യണത് മാസ്കിംഗ് ടേപ്പ് ഉപയോഗിച്ചിട്ട് നല്ല കവർ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യാൻ പോണത്. നമ്മൾ ഈ മുട്ടത്തോടെ എവിടെയെങ്കിലും ഒന്ന് പ്ലേസ് ചെയ്യണം. ഞാൻ അതിനായിട്ട് ഒരു ബോട്ടിൽ എടുത്തിരിക്കുകയാണ്. അതിൻ്റെ മുകളിലായിട്ട് ഇത് വെച്ച് കൊടുത്തിരിക്കുകയാണ്. ഇനി നമ്മളുടെ ക്രയോൺസ് ഉരുക്കിയെടുക്കണം. അതിനായിട്ട് ഡബിൾ ബോയിൽ ചെയ്യാണ് ചെയ്യേണ്ടത്. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കുക. ആ തിളച്ച വെള്ളത്തിലേക്ക് ഇതുപോലെ വേറൊരു പാത്രത്തിൽ ഞാനിവിടെ ഓറഞ്ച് കളർ ക്രയോണാണ് ആദ്യം എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ കുറച്ച് മെഴുകുതിരിയുടെ പീസുകൾ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇതുപോലെ ഇറക്കി വെച്ച് നല്ല തിളച്ച വെള്ളത്തിൽ കുറച്ച് സമയം ഇറക്കി വെച്ചാൽ ഇത് നന്നായിട്ട് ഉരുകി ലിക്വിഡ് ഫോമിലായിട്ടുണ്ടാവും. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഉരുകിയതിന് ശേഷം നമ്മുടെ മുട്ടത്തോടിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഒരു കളർ ഒഴിച്ചു കൊടുത്ത് ഇത് കുറച്ച് സമയം നമ്മൾ വെയിറ്റ് ചെയ്യണം ഒന്ന് സെറ്റ് ആവാനായിട്ട്. ഇതൊന്ന് സെറ്റായി കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ അടുത്ത കളർ ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട് പാടുള്ളൂ. ഇത് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്ത് നമ്മൾ കുറേ സമയം വെയിറ്റ് ചെയ്യണം. 1-2 മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യുക. നന്നായി ഉണങ്ങിയതിന് ശേഷം നമ്മുടെ ഈ മുട്ടത്തോട് പൊളിച്ചെടുക്കാം. കണ്ടില്ലേ, ഇനി ഇതിൻ്റെ അടിഭാഗത്തുള്ള ഈ തിരിയില്ലേ ബാക്കിയുള്ളത് അതൊന്ന് കട്ട് ചെയ്ത് കളയുക. അതുപോലെ തന്നെ മുകൾ ഭാഗത്തും തിരി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഞാനിത് കത്തിച്ച് നോക്കി, കണ്ടില്ലേ, നല്ല രസമല്ലേ കാണാനായിട്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ചാനൽ മറക്കാണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്